വെൽക്കം. നമസ്തേ. மாமா இதெல்லாம் யாரு? நீங்களா? ஐயோ மாமா நல்லா இருக்கீங்களோ? எவ்வளவு நாள் உங்களை பார்த்தோம். ஐயோ வெள்ள மாமா. இப்படி வாங்க சொன்ன கேளுங்க. இப்படி வாங்க. ஐயோ சும்மா இரு. ഞാനാണ് കോർപ്പസ് ക്രിസ്റ്റിയുടെ മേട്രൻ ഏലിയമ്മ ചന്തക്കാരൻ. ഉന്നെ பார்த்ததுமே എനിക്ക് നന്നാ പുരിഞ്ഞെടുത്തു. നീ ഒരു ചന്തയാക്കുന്നു. ഐ എം ശിവകാമി, അമേരിക്കയിൽ നേഴ്സാണ്. ഇതെന്റെ അമ്മ ഷൺമുഖി. അമ്മയെ ഇവിടെ നിർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പുറത്തൊക്കെ കോർപ്പസ് ക്രിസ്റ്റിക്ക് നല്ല പേരാ. ആണോ? അങ്ങനെ വരെ സാധ്യതയില്ലല്ലോ. ഇവിടെയുള്ളത് മുഴുവൻ സാധുക്കളാ. വി പ്രിഫർ ദാറ്റ്. അതെ, ഈ ഐഡിയോളജി തന്നെയാണ് എന്റെ ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അമ്മ അമേരിക്കയിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല. അതെന്താ അമ്മ അങ്ങനെ? അമേരിക്ക നല്ല രാജ്യമല്ലേ? என்ன சொல்றீள்? பாரதம் என்னுடைய நாடாக்கும். ஒவ்வொரு இந்தியனும் என்னுடைய சகோதரி சகோதரன்மாராக்கும். என்ன മോളെ ഇതേ ഒരു പാട്ട് കൂടെ പാടാൻ മാട്ടേങ്ങിരിയേ. സോറി. ഗുളിക കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാലും അവൾ ഷൺമുഖി കണ്ടത് മുതൽ എങ്ങനത്തെ ചില വലവളിപ്പ് പറയും. പക്ഷെ ആളുപദ്രവൊന്നുമില്ല കേട്ടോ. അങ്ങനെ സംശയം തോന്നിയെങ്കിൽ നിങ്ങൾ എന്തിനാ ഏലിയാമ്മ അവർക്ക് അഡ്മിഷൻ കൊടുത്തത്? അഡ്മിഷൻ ഒന്നും കൊടുത്തില്ല സാറേ. തൽക്കാലം ഈ ഒരു രാത്രി അമ്മച്ചി ഇവിടെ നിന്ന് നോക്കട്ടെ. സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ രാവിലെ കാശി ഒന്ന് അഡ്മിഷൻ എടുക്കാവുന്ന മകള് പറഞ്ഞത്. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. മകള് പോയതും തള്ള അന്തേവാസികളുടെ ഇടയിൽ കിടന്ന് വിരകാൻ തുടങ്ങി, പ്രത്യേകിച്ചും ആണുങ്ങളുടെ ഇടയില്. അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങുകയല്ല. ഇതങ്ങനെയല്ല സാറേ. ആ പത്മനാഭനാചാര്യരുടെ അടുത്താ കിന്നാരം. അയാളോട് അതും ഇതൊക്കെ കുത്തി കുത്തി ചോദിച്ചു. ബോംബെയിൽ സ്വർണം മേടിക്കുന്നത് എങ്ങനെയാണെന്നോ, ഇവിടെ ആർക്കൊക്കെ സ്വർണ്ണക്കച്ചവടം ഉണ്ടെന്നോ. പത്മനാഭന് സംശയം തോന്നിയിട്ടാ എന്നോട് പറഞ്ഞത്. കണ്ണ് തെറ്റി അവര് ഫോണിന്റെ അടുത്താ. ഫോണ് നമ്മൾ പൂട്ടിയിട്ടാലും കുത്തി കുത്തി വിളിക്കുന്ന ഒരു പരിപാടി അറിയാം ആ പെമ്പറന്നോർക്ക്. മഹാ വിളഞ്ഞ വിത്ത സാറേ. തുമ്മിയാണോടാ? എവിടെയാ? അകത്തുണ്ട്. അവിടെ. എവിടെ അവര്? ഇവിടെയെങ്ങും ഇല്ല. എന്നാ ബാത്റൂമിൽ നിന്ന് നോക്കാം. വേണ്ട സാറേ, അവരങ്ങു പോയി. എപ്പോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് 1/2 മിനിറ്റ് മുമ്പ് ഒരുത്തന്റെ അടുക്കളപ്പുറത്ത് വന്ന് ഹോൺ അടിച്ചു. ഞങ്ങൾക്കൊരു ടാറ്റായും തന്നിട്ട് അവരവന്റെ പുറകെ കയറി അങ്ങ് പോയി. ഓട്ടട പത്മനാഭ, നീ വിഷമിക്കാതടാ. നമുക്ക് അതിനൊന്നും വിധിയില്ലാന്ന് വെച്ചോ. മീനു, അവിടത്തെ അന്തേവാസികളുടെ പേര് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തോ? എഴുതിയില്ല, പക്ഷെ എടുത്തു മനസ്സില്. മറന്നു പോകൂല മീനു. മറവിയോ? എനിക്കോ? പോടാ. ദാ പിടിച്ചോ. കത്രീന വട്ടപ്പറമ്പിൽ, തൊമ്മിക്കുഞ്ഞ്, ക്ലീറ്റസ്. കത്രീന വട്ടപ്പറമ്പിൽ, തുമ്മിക്കുഞ്ഞ്, ക്ലീറ്റസ്. നമ്മുടെ ഊഹം തെറ്റിയിട്ടില്ല. ബോംബെക്ക് ഓർഡർ അയക്കുന്നത് ഈപ്പൻ. പക്ഷേ സ്വർണം വരുന്നത് വൃദ്ധസദനത്തിലെ അംഗങ്ങളുടെ പേരിലും. കസ്റ്റംസോ പോലീസോ പിടിച്ചാ കുടുങ്ങുന്നതാ പാവങ്ങളായിരിക്കും. പിടിക്കാറില്ലല്ലോ. അതിനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടാണ് ഈപ്പൻ കളിക്കുന്നത്. ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ ബേബിച്ചായ. ഈപ്പന്റെ കള്ളക്കളികൾ വൃദ്ധമന്ദിരത്തിലെ അംഗങ്ങൾ അറിയില്ലേ? അവരറിഞ്ഞോളൊന്നുമില്ല. ബില്ലുമായിട്ട് വരുന്നത് ഈപ്പന്റെ ആൾക്കാരാ. പത്മനാഭനാചാരി മെന്റൽ കേസാ. എന്താ നടക്കുന്നെന്ന് പോലും അയാൾക്കറിയില്ല. ഈപ്പനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യത്തെ ഒറ്റ. കസ്റ്റംസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല അയാൾ ഈ പ്രസ്ഥാനം നടത്തുന്നത്. കേരളത്തിലൊട്ടാകെ 8 സ്വർണ്ണക്കടകളാണ് ഈപ്പനുള്ളത്. പക്ഷെ ഒരു 200 കടകൾക്ക് വേണ്ടുന്ന സ്വർണം ഇതിനകം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ബോംബെന്ന്. അതായത് മറ്റ് കടകൾക്ക് വേണ്ടുന്ന സ്വർണം കൂടെ ഈപ്പന്റെ ഇടപാടല്ല നടക്കുന്നത്. അയാളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്ന പണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. പക്ഷേ ഇത്രയേറെ കള്ളപ്പണം കയ്യിലുള്ള ഒരാൾ
എന്ത് ധൈര്യത്തിലാണ് കള്ളസ്വർണം വാങ്ങാൻ സ്വന്തം ചെക്ക് കൊടുക്കുന്നത്? അതിന് മാത്രം വൈറ്റ് മണി ഈപ്പന്റെ കയ്യിലുണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെങ്ങനെ? അനാഥ മന്ദിരങ്ങൾക്ക് വിദേശ സഹായം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന് മതത്തിന്റെ പിൻബലം വേണോടാവേ. കോർപ്പസ് ക്രിസ്റ്റി ഈപ്പന്റെ സ്വന്തമല്ലേ? ഞങ്ങളുടെ ഒരു സീനിയർ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറാണ്. പേര് നാരായണൻകുട്ടി. ഏത് ബ്രാഞ്ച്? ഈപ്പച്ചൻ ചെക്ക് കൊടുക്കുന്ന ബ്രാഞ്ച് പാലക്കാട് മെയിൻ. ഈ നാരായണൻകുട്ടി ആളെങ്ങനെ? 24 hours തന്നെയാ സാറേ, ഫുൾ ടൈം വെള്ളം. ഈ ഞാൻ എത്ര വെള്ളമൊഴിച്ചാലും കമ്പ്യൂട്ടർ വഴിയുടെ കാര്യത്തിൽ നാരായണൻകുട്ടി കിടിലനാണെന്ന് അയ്യമാര് പറയുന്നത്. നല്ല ഓർമ്മശക്തിയാണല്ലേ, മെമ്മറി പവർ. അതുകൊണ്ടത് കാര്യം സാറേ, ബാങ്ക് ജോലിക്കാരനായിട്ടും എനിക്ക് പെണ്ണ് കിട്ടാത്തതിന് കാരണം ഈ വെള്ളോടി എന്ന ഫാദർ പറയുന്നത്. അത് ചുമ്മാതെ. നല്ല നല്ല അമ്മായപ്പന്മാരുടെ കൈ കിട്ടിയ നാരായണൻകുട്ടി അവർ വെറുതെ വിടുവോ? ഞാൻ നാരായണൻകുട്ടി ഫാദറോട് സംസാരിക്കട്ടെ. അതുകൊണ്ടെന്ത് കാര്യം സാറേ, ഫുൾ ടൈം വെള്ള, 24 മണിക്കൂർ തണ്ണി. ആരെ? ഫാദർ ഫാദർ. ഓ, അപ്പൊ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണല്ലേ? അപ്പൂപ്പന്റെ അപ്പൂപ്പനും കുടിക്കും. ഓ, അപ്പൊ തണ്ണീൽ ഫാമിലി ആണല്ലേ? ഇവനൊന്നും എന്റെ ചവിട്ടുകൊണ്ട് ചാവും. നാരായണൻകുട്ടിയേട്ടോ, ഞങ്ങളുടെ ബേബി സാറിന് ഒരു കാര്യം അറിയണം. ഞങ്ങൾ നാരായണൻകുട്ടിയുടെ മെമ്മറി പവറിനെ കുറിച്ച് ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നാറ്റിക്കരുത്. മെമ്മറി പവറിന്റെ കാര്യത്തിൽ നാരായണൻകുട്ടി ഒരു ഉസ്താദാ സാറേ. എന്തുവേണമെങ്കിലും ചോദിച്ചോ. അർജന്റീനയുടെ മുഖ്യമന്ത്രി, സ്വീഡന്റെ പ്രസിഡന്റ്, ആദ്യമായി നോബൽ സമ്മാനം നേടിയ മംഗോളിയൻ സാഹിത്യകാരന്റെ പേര്, എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പെടച്ചു കയറിയ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ചോദിച്ചോ സാറേ. പോരട്ടെ പോരട്ടെ. പിടിച്ചു നിൽക്കാൻ കരുത്ത് തരണേ കർത്താവേ. എനിക്കറിയേണ്ടത് അതല്ല നാരായണൻകുട്ടി. എനിക്കൊരാൾ ഇച്ചിരി കാശ് തരാനുണ്ട്. അയാളുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലാണ്. നാളെ ആദ്യം എനിക്കൊരു ചെക്ക് തരും. അയാളുടെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് ബാലൻസ് ഉണ്ടോ എന്ന് അറിയാനാ. ഇട്ടി ഈപ്പൻ. ഈപ്പൻ കുണ്ടുകുഴി, മലയിൽ ഈപ്പൻ, പേരങ്ങനെയൊക്കെ ആകാം. അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അങ്ങനെ വരും. ഈപ്പൻ എന്ന പേരിൽ ഞങ്ങളുടെ ബാങ്കിൽ ഒരു അക്കൗണ്ടേ ഇല്ല. ഒരു മിനിറ്റ്. എന്തോ നാടാ ഇവൻ, യൂസ്ലെസ്. 24 hours തണ്ണി. ബേബിച്ചായ ഇവനിപ്പോ പറഞ്ഞ 100% വിശ്വസിക്കണ്ട. ഞങ്ങൾ ഒന്നുകൂടെ പിഴിയാൻ ശ്രമിക്കട്ടെ. അവനെ പിഴിയാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ബാങ്കിന്റെ പാലക്കാട് ബ്രാഞ്ചിന്റെ കമ്പ്യൂട്ടറൈസേഷൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ നാരായണൻകുട്ടിയാണ് ബാങ്കിന്റെ മുറിമുക്കൻ രാജാവ്, കമ്പ്യൂട്ടറിന്റെ. അതങ്ങനെ തന്നെയാണ്. അതൊക്കെ എനിക്ക് കമ്പ്യൂട്ടറിന്റെ വലിയ ഇടപാടെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ജന്മസിദ്ധമായ ഗുരുട്ടി ബുദ്ധി വെച്ച് ചോദിക്കുക. ഇവന്റെ എന്തെങ്കിലും സീക്രട്ട് നമ്പേഴ്സോ വെബ് അഡ്രസ്സോ കിട്ടിയാൽ പുറത്തൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ബാങ്കിന്റെ നെറ്റ്വർക്കിനകത്ത് കടന്നുകൂടാൻ പറ്റുമോ? സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. ബാങ്കിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ്ഡ് ആയിരിക്കും. സാധാരണ നിലയല്ലല്ലോ ഇപ്പോൾ. ബാങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ നടക്കുന്നതേ ഉള്ളൂ. നെറ്റ്വർക്ക് ക്ലോസ് ആണെന്ന് എന്താ ഉറപ്പ്? മിക്കവാറും ഓപ്പൺ ആയിരിക്കും. അങ്ങോട്ട് കയറാനുള്ള എന്തെങ്കിലും ക്ലൂ ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടുമോ നോക്കടാ ഫൂൾ.